നമസ്കാരം. ഇന്ന് ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറയുന്നത്. തത്വചിന്ത, ചരിത്രം, സാമൂഹിക വിമർശനം, ഭാഷാശാസ്ത്രം തുടങ്ങി ഒട്ടേറെ വൈജ്ഞാനിക മേഖലകളിൽ അഗാധ ജ്ഞാനമുണ്ടായിരുന്ന ചട്ടമ്പി സ്വാമികൾ ചിത്രകലയിലും ശില്പവിദ്യയിലും സംഗീതത്തിലും വൈദഗ്ധ്യം പ്രകടിപ്പിച്ച അദ്ദേഹം ജ്ഞാനസാധനയുടെ മൂർത്തരൂപമായിരുന്നു. ലൗകിക ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ മുതൽ സൂക്ഷ്മമായ ദാർശനിക വിഷയങ്ങൾ വരെ വളരെ എളുപ്പത്തിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. പിഞ്ചു കുഞ്ഞുങ്ങൾക്കൊപ്പം കളിച്ചുല്ലസിച്ചിരുന്ന അദ്ദേഹം സ്വാമി വിവേകാനന്ദനെ വിസ്മയിപ്പിക്കും വിധം ചിന്മുദ്രാ രഹസ്യം വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. വിജ്ഞാനവും അന്തർജ്ഞാനവും കൂടി ജ്വലിപ്പിച്ചെടുത്ത ദാർശനികതയുടെ പ്രസരം സമൂഹത്തിലേക്ക് പകർന്ന ഋഷിശ്രേഷ്ഠനായ ചട്ടമ്പി സ്വാമികൾ കാഷായ വേഷം ധരിക്കുകയോ മഠങ്ങൾ സ്ഥാപിക്കുകയോ അനുഷ്ഠാനങ്ങൾ നടത്തുകയോ ചെയ്തില്ല. ആത്മീയതയെ അധികാര വ്യവസ്ഥയാക്കുന്ന വഴിയിൽ നിന്ന് അദ്ദേഹം മാറി നടന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനായി സംഘടനാ രൂപങ്ങളെയോ സാമൂഹിക കൂട്ടായ്മകളെയോ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചതുമില്ല. പ്രകൃതിയോട് ബന്ധപ്പെട്ട ജീവകാരുണ്യപരമായ ആത്മീയതയും സമത്വബോധവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനത്തിൻ്റെ കാതൽ. അദ്ദേഹം സാധാരണക്കാരനെ പോലെ വെള്ളവസ്ത്രം ധരിച്ചു നിരന്തരം യാത്ര ചെയ്യുകയും തന്നോട് ആഭിമുഖ്യം പുലർത്തിയവരുടെ വീടുകളിൽ ജാതിഭേദം നോക്കാതെ തങ്ങുകയും എത്തുന്ന സ്ഥലങ്ങളിലെ ഗ്രന്ഥപുരകൾ പരിശോധിച്ച് അപൂർവ ഗ്രന്ഥങ്ങൾ പഠിക്കുകയും ചെയ്തു. രോഗികൾക്ക് ചുറ്റുപാടുമുള്ള സസ്യങ്ങളിൽ നിന്ന് ഔഷധമുണ്ടാക്കി കൊടുത്ത് സുഖപ്പെടുത്തി. ആത്മീയ വിഷയങ്ങളിൽ താൽപ്പര്യമുള്ളവരുമായി സംവാദങ്ങൾ നടത്തി. ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ പ്രധാനമാണ് വേഷാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നിവ. അവയിലൂടെ ജാതി സമ്പ്രദായത്തെയും വർണ്ണാശ്രമ വ്യവസ്ഥയെയും അദ്ദേഹം നിശിതമായി വിമർശിച്ചു. ബ്രാഹ്മണന് മാത്രമേ വേദപഠനത്തിന് അർഹതയുള്ളൂ എന്നും ശൂദ്രർ വേദം കേൾക്കാൻ പോലും പാടില്ല എന്നുമാണ് ബ്രാഹ്മണ മേധാവിത്വം വിധിച്ചിരുന്നത്. ഹിന്ദുമതത്തെ മനുഷ്യവിരുദ്ധതയുടെ മഹാനരകമാക്കി മാറ്റിയ ഇത്തരം നിലപാടുകളെ അദ്ദേഹം വേദാധികാര നിരൂപണത്തിൽ അതിശക്തമായി വിമർശിച്ചു. മനുഷ്യകേന്ദ്രിതം എന്നതിനേക്കാൾ പ്രകൃതി കേന്ദ്രിതമായി തീർന്നതായിരുന്നു ചട്ടമ്പി സ്വാമികളുടെ ദർശനം. ജീവകാരുണ്യം എന്നത് സ്വാമികളുടെ ജീവിത ദർശനത്തിൻ്റെ പ്രാണസാരമായിരുന്നു. മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവനായ മനുഷ്യനെ ജീവനുള്ളവയെയെല്ലാം ബന്ധിപ്പിക്കുന്ന വിശിഷ്ട സാഹോദര്യത്തിൻ്റെ ഒരു കണ്ണിയായാണ് അദ്ദേഹം കണ്ടത്. അദ്വൈത ചിന്തയാണ് എല്ലാ മനുഷ്യരെയും തുല്യമായി കാണുന്നതിനപ്പുറം മനുഷ്യരുൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളെയും സമഭാവനയോടെ കാണുന്നതിലേക്ക് സ്വാമികളെ നയിച്ചത്. എല്ലാറ്റിലും അടങ്ങിയിരിക്കുന്ന പരമചൈതന്യം ഒന്നുതന്നെ എന്ന ആ ചിന്തയാണ് ജീവിതം കൊണ്ടും ആത്മീയ ചിന്തകൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും അദ്ദേഹം നമുക്ക് പകർന്നു നൽകിയത്.